ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സപ്ലൈകോയിലും സംസ്ഥാന ലോട്ടറി വകുപ്പിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള സർക്കാരിൻ്റെ സംസ്ഥാന ലോട്ടറി വകുപ്പ് കരാർ അടിസ്ഥാനത്തിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന ലോട്ടറി ഡയറക്ടറേറ്റിൽ നിയമിക്കും. യോഗ്യത BE അല്ലെങ്കിൽ IT അല്ലെങ്കിൽ CS അല്ലെങ്കിൽ ECയിലുള്ള BTech ആണ്. കൂടാതെ ഓപ്പൺ സോഴ്സ് RDBMS മാനേജ്മെൻറ്റ് സർട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മിനിമം 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പ്രായപരിധി 50 വയസ്സ് വരെയാണ്. 1 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഇത് നീട്ടിക്കിട്ടാവുന്നതാണ്. ഇമെയിൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇമെയിൽ cru.dir.lotteries@kerala.gov.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 20 വരെയാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ സപ്ലൈകോയുടെ കാഞ്ഞിരപ്പള്ളി മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റിൻ്റെ ഒഴിവ് വന്നിട്ടുണ്ട്. 2 വർഷം പ്രവൃത്തി പരിചയമുള്ള B.Pharm അല്ലെങ്കിൽ D.Pharm യോഗ്യതയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. താല്പര്യമുള്ളവർ തിരുനക്കര സപ്ലൈകോ മേഖല മെഡിസിൻ ഡിപ്ലോയിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളുമായി ജൂലൈ 8-ന് 11 മണിക്കും 3 മണിക്കും ഇടയിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ITDPയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റുമാനൂർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ യോഗ പരിശീലകയെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂലൈ 8 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ട്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. താല്പര്യമുള്ളവർ നിങ്ങളുടെ ആധാർ, ജാതി, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, യോഗ പരിശീലനത്തിൻ്റെ പ്രാവീണ്യം തെളിയിക്കുന്ന രേഖകൾ എന്നിവയുടെ അസലും ഒരു സെറ്റ് കോപ്പിയുമായി അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ ജില്ലാ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ റെഗുലർ ഫസ്റ്റ് ക്ലാസ് ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായി ജൂലൈ 11-ന് രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ കേരള വാട്ടർ അതോറിറ്റി WS ഡിവിഷനിലെ ചാവശ്ശേരി ഹെഡ് വർക്ക് സെക്ഷൻ ഓഫീസിൻ്റെ പരിധിയിലുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, ഇൻടേക്ക്, വെൽക്കം പമ്പ് ഹൗസ് എന്നിവിടങ്ങളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ വർക്കർമാരുടെ 9 ഒഴിവുകളിലേക്ക് വിമുക്ത ഭടന്മാർക്ക് ഒഴിവ് വന്നിട്ടുണ്ട്. 50 വയസ്സിൽ താഴെയുള്ള വിമുക്ത ഭടന്മാർ കണ്ണൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്ത എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൻ്റെ പകർപ്പ്, വിമുക്ത ഭട ഐഡൻറ്റിറ്റി കാർഡിൻ്റെ പകർപ്പ് സഹിതം ജൂലൈ 9-ന് വൈകുന്നേരം 5 മണിക്കകം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ന്യായവില മെഡിക്കൽ ഷോപ്പിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റുകളെ നിയമിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 8-ന് രാവിലെ 11 മണിക്ക് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാവണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.